നിങ്ങൾ റിയൽ ആയിട്ട് നിന്ന് നല്ല ഇന്റൻഷനോടെ ഒരാളെ നിങ്ങളുടെ ലൈഫിൽ വെച്ച് എന്നിട്ടും അവര് നിങ്ങളെ കയ്യിൽ നിന്ന് പോയി, സ്ലിപ്പായി പോയി, അവര് പോയി. ഇങ്ങനെ നടക്കുമ്പോൾ അധികവും നിങ്ങളെയാണ് ബ്ലെയിം ചെയ്യുക. അയ്യോ ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ്, ഇങ്ങനെ ചെയ്തിട്ട്, ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ്, ഇങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങളെ ബ്ലെയിം ചെയ്യും. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ അവരെ ബ്ലെയിം ചെയ്യും. പക്ഷെ ഇവിടെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങളൊരു ഒരു യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഒരു സ്ഥലത്ത് നിന്ന് വേറെ ഡെസ്റ്റിനേഷനിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിനുള്ളിൽ കുറേ സ്റ്റേഷൻസ് ഉണ്ടാവും. അപ്പൊ കുറേ സ്റ്റേഷനിൽ കുറച്ച് ആൾക്കാർ നിങ്ങളെ കമ്പാർട്ട്മെന്റിൽ കയറും. കുറച്ചാളോട് നിങ്ങൾ സംസാരിക്കും, കുറച്ചാളുകൾ കമ്പനിയാകും കൊടുക്കുക, കുറച്ചാളുകൾ കഥ പറയും. പക്ഷെ അവരെ ഡെസ്റ്റിനേഷൻ എത്തി ഇറങ്ങും. അത് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് മുമ്പായിരിക്കും. സോ അവരവരുടെ ഡെസ്റ്റിനേഷൻ എത്തി ഇറങ്ങും. ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ചാല്, നിങ്ങളെ ഡെസ്റ്റിനേഷൻ എത്തി നിങ്ങൾ ഇറങ്ങൂലേ? നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തി നിങ്ങൾ മേലോട്ട് നോക്കിക്കോ? നോ, റൈറ്റ്? നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തിയ നിങ്ങൾ ഇറങ്ങിയിരിക്കും. അതേപോലെ അവരുടെ ഡെസ്റ്റിനേഷൻ എത്തിയപ്പോ അവർ ഇറങ്ങി എന്ന് വിചാരിച്ചിട്ട് ഈ ജേർണി മീനിങ്ലെസ് ആയിരുന്നു? അല്ല, നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഈ ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് മുമ്പ് കുറച്ച് സമയം ഇവരുണ്ടായിരുന്നു. അവരുടെ സ്റ്റേഷനിൽ അവരിറങ്ങി, നിങ്ങളുടെ സ്റ്റേഷനിൽ നിങ്ങൾ ഇറങ്ങും. സോ ഇറ്റ്സ് ഓക്കെ, ജേർണി മീനിങ്ലെസ് ആയിരുന്നില്ല. ഇവര് നിങ്ങളെ കഥയിലെ ഒരു ചാപ്റ്ററിലെ ഒരു പേജ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ആ ചാപ്റ്ററിൽ ഒരു ഭാഗമായിരിക്കും. അല്ലാണ്ട് ആ കഥയിലെ ഫുൾ ക്യാരക്ടർ ആയിരുന്നില്ല അവര്. They were just a part of a story and it's okay. കാരണം എക്സാമ്പിൾ പറഞ്ഞ പോലെ നിങ്ങൾ ട്രെയിനിലെ യാത്ര 2 മണിക്കൂറിലെ യാത്ര ആയിരുന്നെങ്കിൽ ആ 2 മണിക്കൂറിൽ ഇവർ അരമണിക്കൂർ 1 മണിക്കൂർ ഉണ്ടായി. അപ്പൊ അരമണിക്കൂർ 1 മണിക്കൂർ അടിപൊളിയായിരുന്നു. ബാക്കി 1 മണിക്കൂർ നിങ്ങൾ ബോറടിച്ചിരുന്നു. അവരില്ലായിരുന്നെങ്കിൽ ആ 2 മണിക്കൂർ ബോറടിച്ചിട്ടുണ്ടായിരുന്നു തന്നെ. പക്ഷെ അവരുണ്ടായതുകൊണ്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ സെറ്റ് ആയിരുന്നു. ബാക്കി 1 മണിക്കൂർ മാത്രം ബോറടിച്ച്. സോ ഇറ്റ് വാസ് ഗുഡ്, റൈറ്റ്? ആൻഡ് ഇറ്റ്സ് ഓക്കെ, യു വിൽ ബി ഓക്കെ. നിങ്ങളെ ഡെസ്റ്റിനേഷനിൽ നിങ്ങൾ എത്തിയിരിക്കും. പക്ഷെ ഡെസ്റ്റിനേഷനിൽ പോകുന്ന വഴിക്കുള്ള ആൾക്കാർ മാത്രമായിരുന്നു ഇത്. കഥ, the story is still going on. So just hold on to yourself, just love yourself.